ഇന്ന് കേരള മുസ്ലിം ജമാഅത്തിന്റെ കേരള യാത്രയ്ക്ക് തുടക്കമാവുകയാണ്. കാസർഗോട്ട് മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയവുമായി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരാണ് ജാഥ നയിക്കുന്നത്. ഉള്ളാൽ സയ്യിദ് മദനി മഖാമിൽ വെച്ച് യാത്രയുടെ പതാക കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്ക് കൈമാറും. അരുൺ പൂപ്പറമ്പയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ പൂപ്പറമ്പ, വെരി ഗുഡ് മോർണിംഗ്, ഹാപ്പി ന്യൂ ഇയർ അരുൺ പൂപ്പറമ്പ. ഇന്നങ്ങനെ ഇനി യാത്രകളുടെ തുടക്കമാണ്. LDFന്റെ യാത്ര വരാൻ പോകുന്നു, പ്രതിപക്ഷ നേതാവിന്റെ യാത്ര വരാൻ പോകുന്നു. ഇപ്പോൾ AP അബൂബക്കർ മുസ്ലിയാരുടെ ജാഥയാണ്, കേരള യാത്രയാണ് ഇന്നിപ്പോൾ തുടക്കം കുറിക്കുന്നത്. ക്രമീകരണങ്ങളൊക്കെ ആയോ? നേതാക്കളുടെയൊക്കെ സാന്നിധ്യം ഉണ്ടാകുമോ? അരുൺകുമാർ, ഹാപ്പി ന്യൂ ഇയർ. കേരള യാത്ര ഇന്നു മുതൽ ഈ മാസം 16 വരെയാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിലുള്ള കേരള യാത്ര നടത്തുന്നത്. ഇന്ന് കാസർഗോഡ് ചെർക്കളയിലാണ് വൈകിട്ട് ഉദ്ഘാടന പൊതുസമ്മേളനം. വിവിധ ജില്ലകളിലെ പര്യടനത്തിന് ശേഷം ഈ മാസം 16-ന് തിരുവനന്തപുരത്ത് കേരള യാത്ര സമാപിക്കുകയും ചെയ്യും. ഇതിന്റെ ഭാഗമായി വിവിധ ജില്ലകളിൽ സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക രംഗത്തുള്ള പ്രമുഖരായിട്ടുള്ളവരെല്ലാം ഈ യാത്രയുടെ ഭാഗമാകും എന്നതാണ് സംഘാടകർ എന്തായാലും പറയുന്നത്. ഈ യാത്രക്ക് രാഷ്ട്രീയ പ്രാധാന്യം കൂടിയുണ്ട്. നമുക്കറിയാം, നിയമസഭാ തെരഞ്ഞെടുപ്പ് നമുക്ക് മുന്നിൽ നിൽക്കുകയാണ്. ഇതിനകം തന്നെ EK സമസ്ത വിഭാഗം ഒരു കേരള യാത്ര, അവരുടെ പര്യടനം പൂർത്തിയാക്കി കഴിഞ്ഞു. പലതരത്തിലുള്ള നിലപാടുകൾ, രാഷ്ട്രീയ നിലപാടുകളൊക്കെ അവരുടെ യാത്രയിൽ വ്യക്തമാക്കിയതും നമ്മൾ കണ്ടതാണ്. കാന്തപുരം വിഭാഗത്തിന്റെ യാത്ര തുടങ്ങുമ്പോൾ സ്വാഭാവികമായി കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതിനോട് ചേർന്ന് കാലങ്ങളായി നിൽക്കുന്ന വിഭാഗമാണ് AP വിഭാഗം എന്നതാണ് പൊതുവെ വിലയിരുത്തപ്പെടാറുള്ളത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതിൽ ചില മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന തരത്തിൽ രാഷ്ട്രീയ വിലയിരുത്തലും നിരീക്ഷണവും ഒക്കെ പുറത്തു വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഈ യാത്രയിലുടനീളം നടത്തുന്ന പ്രതികരണങ്ങൾ, അതോടൊപ്പം നിലപാടുകളൊക്കെ രാഷ്ട്രീയ പ്രാധാന്യമേറിയതാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. താങ്ക് യു അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ കേരള യാത്രയ്ക്ക് തുടക്കമാവുന്നു. യാത്രകൾ ഉണ്ടാവട്ടെ. മനുഷ്യർ നടക്കുമ്പോഴാണല്ലോ രാഷ്ട്രീയം ചലിക്കുന്നത്.